സോ അടുത്തതായി എങ്ങനെയാണ് ഇവല്യൂഷൻ നടന്നതെന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് അക്കൗണ്ടാണ്. സോ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ഇവല്യൂഷൻ, ഇതുവരെയുള്ള എല്ലാ ഓർഗാനിസം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവല്യൂഷൻ നടന്നത് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം യൂണിവേഴ്സ് ഒറിജിനേറ്റഡ് 20 ബില്യൺ ഇയേഴ്സ് എഗോ. 20 BYA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്യൺ ഇയേഴ്സ് എഗോ. സോ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്ത് 20 ബില്യൺ ഇയേഴ്സ് എഗോ ആയിരുന്നു. അതിനുശേഷം എർത്തിൽ ആദ്യത്തെ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് അപ്പിയർ ചെയ്തു. സോ 20 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ സോളാർ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞു ഉണ്ടായത്, അതിൽ എർത്ത്. സോ എർത്തിൽ ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് ആദ്യം അപ്പിയർ ചെയ്തത് 2000 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ആദ്യത്തെ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് എർത്തിൽ ഒറിജിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാണപ്പെട്ടത് 2000 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. പിന്നെ ഈ നോൺ സെല്ലുലാർ അഗ്രിഗേറ്റുകൾ, സോ നമ്മൾ എങ്ങനെയാണ് യൂണിവേഴ്സ് ഫോം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോളാർ സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അതിൽ എർത്ത് എങ്ങനെയാണ്, എർത്തിൽ എങ്ങനെയാണ് ആദ്യത്തെ ലൈഫ് ഫോംസ് ഫോം ചെയ്തതെന്നൊക്കെ പറഞ്ഞിരുന്നു. സോ അതാണ് പറഞ്ഞത്, എർത്തിലെ ആദ്യത്തെ ലൈഫ് ഫോംസ് 2000 മില്യൺ ഇയേഴ്സ് എഗോ ആണ് അപ്പിയർ ചെയ്തത്. സോ നമ്മുടെ ആദ്യത്തെ എന്താ പറയുക സെൽ വിത്ത് മെംബ്രെയിനസ് എൻവലപ്പ് ഫോം ചെയ്ത ആദ്യത്തെ സെൽ വിത്ത് മെംബ്രെയിൻ, ഒരു സെല്ലിന് അതിൻ്റെ എൻവലപ്പോട് കൂടിയുള്ള ഒരു സെല്ല് ഫോം ചെയ്തത് നോൺ സെല്ലുലാർ അഗ്രിഗേറ്റുകളിൽ നിന്നാണ് പഠിഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു മൈക്രോസ്ഫിയർ, കൊയാസർവേറ്റ്, അതുപോലത്തെ ജയൻ്റ് ആയിട്ടുള്ള മാക്രോമോളിക്യൂളുകളിൽ നിന്നാണ് ആദ്യത്തെ സെൽ വിത്ത് മെംബ്രെയിനസ് എൻവലപ്പ് ഫോം ചെയ്തത്. സോ ഫ്രം നോൺ സെല്ലുലാർ, സെല്ലല്ലാത്ത നോൺ സെല്ലുലാർ അഗ്രിഗേറ്റ് ഓഫ് ജയൻറ്റ് മാക്രോമോളിക്യൂൾസ്, നോൺ സെല്ലുലാർ ആയിട്ടുള്ള വലിയ സൈസുള്ള മാക്രോമോളിക്യൂളിൽ നിന്ന് എങ്ങനെയാണ് എവല്യൂഷൻ വഴി ഒരു സെല്ല് വിത്ത് അതിന് ഒരു മെംബ്രെയിനസ് എൻവലപ്പോട് കൂടി ഒരു കവറിങ്ങോട് കൂടിയുള്ള സെല്ല് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് ഇപ്പോഴും അതിൻ്റെ ആക്ച്വൽ മെക്കാനിസം അറിയില്ല. ഇതുവരെ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇത് പറയപ്പെടുന്നത് സം ഓഫ് ദീസ് ഫസ്റ്റ് സെൽ, ആദ്യം ഫോം ചെയ്ത സെല്ലുകളിൽ എബിലിറ്റി ടു റിലീസ് ഓക്സിജൻ, അവർക്ക് ആദ്യം ഫോം ചെയ്ത ഈ സെല്ലുകൾ, അതായത് ഫസ്റ്റ് സെല്ല് പ്രിമിറ്റീവ് സെല്ലിൽ ചില സെല്ലുകൾക്ക് ദേ ഹാവ് ദ എബിലിറ്റി ടു റിലീസ് ഓക്സിജൻ, ഓക്സിജനെ റിലീസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. സോ നമുക്കറിയാം പ്രിമിറ്റീവ് എർത്തിൽ ആദ്യം ഫോം ചെയ്ത എർത്തിൽ ഓക്സിജൻ്റെ അവൈലബിലിറ്റി ഇല്ല. സോ മോളിക്കുലാർ ഓക്സിജൻ ആബ്സെൻ്റ് ആയിരുന്നു പ്രിമിറ്റീവ് എർത്തിലും, അതുപോലെ ആദ്യം ഉണ്ടായിരുന്ന സെല്ലുകളിലും എന്താണ് മോളിക്കുലാർ ഓക്സിജൻ ആബ്സെൻ്റ് ആയിരുന്നു. പിന്നീട് ഈ സെല്ലുകളിൽ ഒരു പക്ഷേ ക്ലോറോഫിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആദ്യമുണ്ടായ സെല്ലുകളിൽ പിന്നീട് ക്ലോറോഫിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം, പിന്നീട് ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം ഈ സെല്ലുകളിൽ. സോ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഫോട്ടോസിന്തസിസ് നടത്തി ഫ്രീ ഓക്സിജൻ അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ എൻവയോൺമെൻറ്റിൽ ഫ്രീ ഓക്സിജൻ അവൈലബിൾ ആവാൻ തുടങ്ങി ത്രൂ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി എന്ന് നമുക്ക് കരുതപ്പെടുന്നു. സോ ഈ പറഞ്ഞ ആദ്യത്തെ സെല്ല് മെംബ്രെയിനസ് എൻവലപ്പോട് കൂടിയ ആദ്യത്തെ സെല്ല് നോൺ സെല്ലുലാർ അഗ്രിഗേറ്റ് ചെയ്താണ് ഉണ്ടായത്. അതെങ്ങനെയാണെന്ന് അറിയില്ല. സോ അത് വിചാരിക്കുന്നത് ചില ഫസ്റ്റ് സെല്ല് ആദ്യമുണ്ടായ സെല്ലുകളിൽ ചിലർക്കൊക്കെ ഹാവ് ദ കപ്പാസിറ്റി ടു റിലീസ് ഓക്സിജനെ റിലീസ് ചെയ്യാനുള്ള എബിലിറ്റി, അത് ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കാം. സോ റീസെൻറ്റ് ഫോസിൽ സ്റ്റഡി, ഈ അടുത്ത കാലത്ത് നടത്തിയ ഫോസിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെൻറ്റ്, നമ്മുടെ ഫോട്ടോസിന്തസിനെ ഹെൽപ്പ് ചെയ്യുന്ന ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെൻറ്റുകൾ, അതുപോലെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ വിത്ത് സോളാർ എനർജി, അല്ലെങ്കിൽ സോളാർ എനർജീനെ ക്യാപ്ചർ ചെയ്ത് വാട്ടർ സ്പ്ലിറ്റിങ്ങും അതുപോലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെൻറ്റുകളൊക്കെ കുഡ് ഹാവ് ബീൻ സിമിലർ ടു ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്. നമ്മൾ ഇപ്പോൾ പ്ലാന്റിൽ കാണുന്ന ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റിയും അതിനു വേണ്ടിയുള്ള അപ്പാരറ്റസും ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെൻറ്റുകളും അതുപോലെ വാട്ടർ സ്പ്ലിറ്റിങ്ങും അതിൻ്റെ സോളാർ എനർജീനെ ക്യാപ്ചർ ചെയ്തിട്ട് എങ്ങനെയാണ് വാട്ടർ സ്പ്ലിറ്റിനെ, ഇതുപോലെയൊക്കെ അന്ന് നടന്നിരിക്കാം. കുഡ് ഹാവ് ബീൻ സിമിലർ ടു ലൈറ്റ് റിയാക്ഷൻ. ഇതൊക്കെ ഈ ഫോസിൽ സ്റ്റഡിയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ പ്രസൻസ് കണ്ടെത്തിയോടുകൂടി മനസ്സിലായി ഇപ്പോൾ നടക്കുന്ന ലൈറ്റ് റിയാക്ഷൻ പ്ലാന്റിൽ നടക്കുന്ന ലൈറ്റ് റിയാക്ഷനെ പോലെ സിമിലർ ആയിട്ടുള്ള റിയാക്ഷൻസ് ഫോസിലിൻ്റെ സ്റ്റഡീസിൽ നമുക്ക് അടുത്ത കാലത്തുള്ള ഫോസിൽ പഠനങ്ങളിൽ നിന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സോ അങ്ങനെയാണ്
ഫസ്റ്റ് ലൈഫ് ഫോംസ് നമ്മുടെ ലൈഫ് ഫോംസ് ഒറിജിനേറ്റ് ചെയ്ത് വാട്ടറിലാണ്. നമ്മൾ പറയുന്നതാണ് ആദ്യത്തെ ജീവൻ ഉണ്ടായത് എവിടെയാണ്? വാട്ടറിലാണ്. അങ്ങനെ ആദ്യത്തെ സിംഗിൾ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് അപ്പിയർ ചെയ്തു. സോ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്ത് പിന്നീട് സെല്ലുലാർ ഫോംസ് അറൈസ് ചെയ്ത് പിന്നെ നോൺ സെല്ലുലാർ അഗ്രഗേറ്റിൽ നിന്ന് ഫസ്റ്റ് സെല്ല് ഫോം ചെയ്തു. ആ ഫസ്റ്റ് സെല്ല് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പക്ഷേ അവിടെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കാം അവർ ഓക്സിജനെ ഇവോൾവ് ചെയ്തിരുന്നത്. സോ അങ്ങനെ സിംഗിൾഡ് സെൽ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്തു. പിന്നെ ഗ്രാജ്വലി ആ സിംഗിൾഡ് സെൽ ഓർഗാനിസംസ് മൾട്ടി സെല്ലുലാർ ലൈഫ് ഫോംസ് ആയിട്ട് മാറി. സോ ആദ്യം ഡെവലപ്പ് ചെയ്ത ആ സിംഗിൾ സെൽ ഓർഗാനിസം എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി, ഇപ്പോൾ നമ്മൾ പറയുന്ന ലൈറ്റ് റിയാക്ഷൻ, അതുപോലെ യൂസേജ് ഓഫ് സൺലൈറ്റ്, ഇതിൻ്റെയൊക്കെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ, ഇതുപോലെ തന്നെ പ്ലാന്റ്സിൽ ഇപ്പോൾ നടക്കുന്ന ഈ പറഞ്ഞ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെൻറ്റ്സുകളൊക്കെ അന്നും ഉണ്ടായി. ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റിയിലൂടെ ആ ഫസ്റ്റ് ലൈഫ് ഫോംസ് ഫോട്ടോസിന്തസിസ് നടത്തി ഓക്സിജൻ ഇവോൾവ് ചെയ്തു. ആദ്യത്തെ സിംഗിൾ സെൽ ഓർഗാനിസംസ് വന്നു. അങ്ങനെ സിംഗിൾ സെൽ ഓർഗാനിസം ഗ്രാജ്വലി സ്ലോലി എന്തായി മാറി? മൾട്ടി സെല്ലുലാർ ലൈഫ് ഫോംസ് ആയി. സോ ഫോസിലിൽ ആദ്യം കാണുന്ന ഫോസിൽ എവിഡൻസിലൊക്കെ സിമ്പിൾ ലൈഫ് ഫോംസുകളാണ് ഉണ്ടായിരുന്നത്. സോ പിന്നീട് മൾട്ടി സെല്ലുലാർ ലൈഫ് ഫോംസ് ആയിട്ട് മാറി. ഈ സിംഗിൾ സെൽ ഓർഗാനിസംസ് ഒക്കെ മൾട്ടി സെല്ലുലാർ ലൈഫ് ഫോംസ് ആയിട്ട് മാറി. സോ ഫോസിൽ എവിഡൻസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ശേഷം മൾട്ടി സെല്ലുലാർ ലൈഫ് ഫോംസുമായി മാറിയ ശേഷം ഇൻവെർട്ടിബ്രേറ്റ്സ് ഇവോൾഡ് അറൌണ്ട് 500 million years ago. 500 million years ago ഇൻവെർട്ടിബ്രേറ്റ്സ് ഇവോൾവ് ചെയ്തു, അതായത് ഫോം ചെയ്തു. ഫോസിൽ എവിഡൻസിൽ നമുക്കത് കാണാൻ പറ്റും. പിന്നീട് ജോലെസ് ഫിഷ് ഫോം ചെയ്യാൻ തുടങ്ങി. ജോലെസ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, ജോലെസ് ഫിഷ്. സോ ജോലെസ് ഫിഷ് 350 million years ago ആണ് ജോലെസ് ഫിഷ് ഫോം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സീവീഡ്സും പ്ലാന്റ്സുകളും ഫോം ചെയ്തു. സോ 320 million years ago എന്ത് ഫോം ചെയ്തു? സീവീഡ്സ് ആൻഡ് പ്ലാന്റ്സ് ഫോംഡ്. ഈ പ്ലാന്റ്സ് ആണ് ആദ്യത്തെ ഓർഗാനിസം. നമ്മുടെ ലാൻഡിൽ ആദ്യം ഫോം ചെയ്ത ആ ഓർഗാനിസം എന്ന് പറയുന്നത് പ്ലാന്റ്സ്. സോ പ്ലാന്റ്സ് വർ ദ ഫസ്റ്റ് ഓർഗാനിസം ദാറ്റ് ഇൻവേഡഡ് ലാൻഡ്. സോ നമ്മുടെ ടെറസ്ട്രിയൽ ഹാബിറ്റിൽ ആദ്യം ഫോം ചെയ്ത ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഈ സിംഗിൾ സെൽ മൾട്ടി സെല്ലുലാർ ഫോംസിൽ വരുന്നത് പ്ലാന്റ്സ് ആണ്. സിംഗിൾ സെല്ല് കഴിഞ്ഞത് മൾട്ടി സെല്ലുലാർ ഫോമിലെത്തിയപ്പോൾ പിന്നെ പ്ലാന്റ്സ് ആണ് ആദ്യം ഫോം ചെയ്തത്. പ്ലാന്റ്സിൻ്റെ തന്നെ പല പല ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പോം, എൻജിയോസ്പോം, ഇങ്ങനെ ഡിഫറെൻറ്റ് ഇവോൾവിങ് ഫോമിലാണ് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്തത്. സോ പ്ലാന്റ്സ് ആണ് ആദ്യം തന്നെ ഈ ലാൻഡിൽ ഇൻവേഡഡ് ആയത്, ലാൻഡിൽ ഫോം ചെയ്തത്. സോ വൺസ് എനിമൽസ് ഇവിടെ വരുന്നതിന് മുമ്പ്, രംഗപ്രവേശം നടത്തുന്നതിന് മുമ്പ് തന്നെ പ്ലാന്റ്സ് മൊത്തം ഈ ലാൻഡിൽ വൈഡ് സ്പ്രെഡ് ആയിരുന്നു. സോ പ്ലാന്റ്സ് വൈഡ് സ്പ്രെഡ് ഓൺ ലാൻഡ് ബിഫോർ അനിമൽസ് ഇൻവേഡഡ് ദ ലാൻഡ്. അനിമൽസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്ലാന്റ്സ് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഈ ലാൻഡിൽ ഉണ്ടായിരുന്നു. സോ നമ്മൾ പറഞ്ഞു അനിമൽസ് ഇൻവേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്ലാന്റ്സുകളാണ് ഏറ്റവും കൂടുതൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഈ ലാൻഡിൽ കാണപ്പെട്ടിരുന്നത്. സോ പിന്നീട് ഫിഷ് വിത്ത് സ്റ്റൗട്ട് and strong fins could move on land for some distance. പിന്നീട് പറയണത് ഫിഷ് വിത്ത് സ്റ്റൗട്ട്, നമ്മൾ ജോലെസ് ഫിഷ് പറയുന്നത്. സോ ഇവിടെ പിന്നീട് വന്നത് ഫിഷ് വിത്ത് സ്റ്റൗട്ടും അതുപോലെ സ്ട്രോങ് ഫിൻസുമുള്ള ഫിഷ്. ആ ഫിഷിന് വേറെ പ്രത്യേക എബിലിറ്റി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? കുഡ് മൂവ് ഓൺ ലാൻഡ്, ലാൻഡിലേക്ക് മൂവ് ചെയ്യാൻ കുറച്ച് സം ഡിസ്റ്റൻസ്, ആൻഡ് കുഡ് ഗോ ബാക്ക് ഇൻ ടു ദ വാട്ടർ. സോ ലാൻഡിലേക്ക് മൂവ് ചെയ്യാനും അത് കഴിഞ്ഞത് കുറച്ച് ഡിസ്റ്റൻസ് ലാൻഡിലേക്ക് മൂവ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് തിരിച്ച് വാട്ടറിലേക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റിയുള്ള ഫിഷാണ് പിന്നെ വന്നത്. അത് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 350 million years ago ആണ്. സോ 350 million years ago ഫിഷ് വിത്ത് സ്റ്റൗട്ടും ഫിൻസും, സ്ട്രോങ് ഫിന്നുള്ള സ്റ്റൗട്ടുമുള്ള ഫിഷ്, അങ്ങനത്തെ ഫിഷുകൾ ഡെവലപ്പ് ചെയ്ത് ഇവോൾവ് ചെയ്തു. ആ ഫിഷിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവർക്ക് ലാൻഡിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനും അത് കഴിഞ്ഞ് തിരിച്ച് വാട്ടറിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ആംഫീബിയൻസിൻ്റെ പോലത്തെ ഒരു കഴിവ് ഉണ്ടായിരുന്നു. സോ 1938 അതിനുശേഷം 1938 എ ലോബ്ഫിൻ ഫിഷ്, ഒരു ഫിഷാണ് ലോബ്ഫിൻ എന്ന് പറഞ്ഞ ഫിഷ്, അതിൻ്റെ പേരാണ് സീലോക്കാൻത്. സോ ലോബ്ഫിൻ ഫിഷ് സീലോക്കാൻത് എന്ന് പറഞ്ഞ ആ ഫിഷിന് കോട്ടൺ സീ ഓഫ് സൗത്ത് ആഫ്രിക്ക. സോ സൗത്ത് ആഫ്രിക്കയിലെ സീയിൽ നിന്ന് ഒരു ലോബ്ഫിൻ ഫിഷിനെ പിടിച്ചു, അല്ലെങ്കിൽ അതിനെ കണ്ടെത്തി. ആ ഫിഷായിരുന്നു സീലോക്കാൻ എന്ന് പറഞ്ഞത്. അത് എക്സ്റ്റിങ്ക്റ്റ് ആയിരുന്നു എന്നാണ് വിചാരിച്ചത്. സോ എക്സ്റ്റിങ്ക്റ്റ് ആണ് എന്ന് കരുതപ്പെടുന്ന ആ ഒരു സീലോക്കാൻ എന്ന് പറഞ്ഞാൽ ലോബ്ഫിൻ ഫിഷിനെ 1938 സൗത്ത് ആഫ്രിക്കയിലെ സീയിൽ നിന്ന് പിടിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിനെ കണ്ടെത്തി. അത് എക്സ്റ്റിങ്ക്റ്റ് ആണെന്ന് വിചാരിച്ചത്.
സോ ഇതിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്തത് പിന്നീട് പ്രൂവ്ഡ് ദാറ്റ് ഫസ്റ്റ് ആംഫീബിയൻ, ആദ്യത്തെ ആംഫീബിയൻസ് ആണ് ദാറ്റ് ലിവ്ഡ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ ഇവോൾവ് ഫ്രം ലോഫിൻസ്. സോ നമ്മൾ ആംഫീബിയൻസിൻ്റെ പ്രത്യേകത ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഈ ആംഫീബിയൻസ്, ആദ്യത്തെ ആംഫീബിയൻസ് എന്ന് പറയുന്നത് ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ആ ആംഫീബിയൻസ് ഇവോൾവ് ചെയ്ത് വന്നത് ഈ ലോഫിൻസിൽ നിന്നാണെന്ന്. ഈ ലോഫിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിലോക്കാന്ത് പോലത്തെ ഫിഷിൽ നിന്നാണ് ആദ്യത്തെ ആംഫീബിയൻസ് ഇവോൾവ് ചെയ്ത് വന്നത് എന്ന് പറയപ്പെടുന്നു. സോ ഇപ്പോൾ ദർ ആർ നോ സ്പെസിമെൻ ഓഫ് ദിസ് ലെഫ്റ്റ് വിത്ത് അസ്. ഇങ്ങനെ ആദ്യത്തെ ആംഫീബിയൻസിൻ്റെ യാതൊരുവിധ സ്പെസിമെൻസും ഇപ്പോൾ നമ്മുടെ അടുത്തില്ല. സോ നമുക്കതിൻ്റെ യാതൊരു എവിഡൻസും അല്ലെങ്കിൽ സ്പെസിമെൻസും അവൈലബിൾ അല്ല. എന്നാൽ ആദ്യത്തെ ആംഫീബിയൻസ് ഇവോൾവ് ചെയ്ത് വന്നത് ഈ ലോഫിൻ ഫിഷിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. പിന്നീട് പറയുന്നത് ഹവർ ഫ്രം ദി ലോഫിൻസ്, ഈ പറഞ്ഞ ലോഫിൻസിൽ നിന്നാണ് ആദ്യത്തെ ആംഫീബിയൻസ് ഇവോൾവ് ചെയ്യുന്നത്. സോ ദ മോഡേൺ ഡേ നമ്മളിപ്പോൾ പ്രസൻറ്റ് ഡേയിൽ കാണുന്ന ആംഫീബിയൻസ് ആയ ലൈക്ക് ആരൊക്കെയാണ്? ഫ്രോഗ്, സലമാൻഡർ. സോ ഫ്രോഗ്, സലമാൻഡർ ഇപ്പോഴത്തെ മോഡേൺ ഡേ ആംഫീബിയൻസ് ഒക്കെ ഇവോൾവ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ ഫോം ചെയ്ത് വന്നത് ഈ ലോഫിൻസിൽ നിന്ന് തന്നെയാണ്. സോ ഈ പറഞ്ഞ ഏർലി ആംഫീബിയൻസ് അതിൻ്റെയും ഫോസിൽ എവിഡൻസ് ഇപ്പോൾ ഒന്നുമില്ല. സോ ആദ്യത്തെ ആംഫീബിയൻസിൻ്റെ ഒന്നും തന്നെ ഫോസിൽ എവിഡൻസ് ഇപ്പോൾ ഇല്ല. ആൻഡ് ഫിഷസ് ബിക്കം അബണ്ടൻറ്റ് ഇൻ വാട്ടർ. പിന്നീട് ഈ വാട്ടറിൽ ഫിഷസ്, ഒരുപാട് ഫിഷിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു ഡ്യൂറിങ് ഡിവോണിയൻ പീരീഡ്. സോ ഡിവോണിയൻ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഫിഷുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെ ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയുന്നു. സോ ഏജ് ഓഫ് ഫിഷസ് എന്ന് അറിയപ്പെടുന്നത് ഡിവോണിയൻ പീരീഡാണ്. ആ കാലഘട്ടത്തിലാണ്, ഡിവോണിയൻ പീരീഡ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ട് വാട്ടറിൽ ഫിഷിനെ കാണപ്പെട്ടത്. സോ ഏജ് ഓഫ് ഫിഷിന് ശേഷം പിന്നീട് ആംഫീബിയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആംഫീബിയൻസ് ഇവോൾവ് ഇൻ ടു റെപ്റ്റൈൽസ്. ആംഫീബിയൻസ് ഒക്കെ ഇവല്യൂഷൻ സംഭവിച്ച് റെപ്റ്റൈൽസ് ആയിട്ട് മാറി. സോ ആംഫീബിയൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് റെപ്റ്റൈൽസ് ഇവോൾവ് ചെയ്തു. സോ ആ പീരീഡിനെ വിളിക്കുന്ന പേരാണ് കാർബോണിഫെറസ് പീരീഡ് ഓഫ് പാലിയോസോയിക് ഇറ. പാലിയോസോയിക് ഇറയിലെ കാർബോണിഫെറസ് പീരീഡിലാണ് ആംഫീബിയൻസ് റെപ്റ്റൈൽസ് ആയിട്ട് ഫോം ചെയ്ത്, അല്ലെങ്കിൽ ആംഫീബിയൻസ് അവരുടെ ബോഡിയിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സുമായി ഇവോൾവ് ചെയ്ത് റെപ്റ്റൈൽസ് ആയിട്ട് മാറിയത്. ഈ റെപ്റ്റൈൽസിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അവർ തിക്ക് ഷെൽഡ് എഗ്ഗാണ് ലേ ചെയ്യുന്നത്. സോ അവരുടെ പ്രത്യേകത അവർ വളരെ കട്ടിയുള്ള തിക്ക് ഷെല്ലുള്ള എഗ്ഗാണ് ലേ ചെയ്യുന്നത്, വിച്ച് ഡു നോട്ട് ഡ്രൈ അപ്പ് ഇൻ സൺ. അപ്പോൾ റെപ്റ്റൈൽസിൻ്റെ എഗ്ഗ് ഇതുപോലെ കട്ടിയുള്ളത് കൊണ്ട് തന്നെ സണ്ണിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും അത് ഡ്രൈ ആവില്ല, ഡു നോട്ട് ഡ്രൈ അപ്പ് ഇൻ സൺ. ബട്ട് ആംഫീബിയൻസിൻ്റെ എഗ്ഗ് ആണെങ്കിൽ അത് സൺലൈറ്റിലാണെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആവും. ബട്ട് ഈ റെപ്റ്റൈൽസിൻ്റെ എഗ്ഗിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? തിക്ക് ഷെൽഡ് ആയതുകൊണ്ട് ഈ പറഞ്ഞ സൺലൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ കൊണ്ടുവച്ചാലും ഇത് ഡ്രൈ ആവില്ല. അങ്ങനെ ഒരു പ്രത്യേകതയായിരുന്നു റെപ്റ്റൈൽസിന്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണുന്ന റെപ്റ്റൈൽസിനെ കുറിച്ച് പറയുകയാണ്. എഗെയിൻ വി ഓൺലി സീ ദെയർ മോഡേൺ ഡേ ഡിസെൻഡൻസ്. ഇപ്പോൾ നമ്മൾ റെപ്റ്റൈൽസിൽ കാണുന്നത് മോഡേൺ ആയിട്ടുള്ള ഇവരുടെ ഡിസെൻഡൻസിനാണ്. ഫോർ എക്സാമ്പിൾ ടേർട്ടിൽ, ടോട്ടോയ്സ്, ക്രൊക്കഡൈൽ, സ്നേക്ക്, ലിസാർഡ്, അങ്ങനെ മോഡേൺ ഡേ റെപ്റ്റൈൽസിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ ഡ്യൂറിങ് ദ നെക്സ്റ്റ് 200 മില്യൺ ഇയേഴ്സ്, അടുത്ത ഒരു 200 മില്യൺ ഇയേഴ്സോളം ലാൻഡിൽ റെപ്റ്റൈൽസാണ് അത് കൂടുതലും ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ലാൻഡിൽ റെപ്റ്റൈൽസിൻ്റെ ഡിഫറെൻറ്റ് സൈസും ഷേപ്പിലുള്ള റെപ്റ്റൈൽസാണ് ഈ പറഞ്ഞ എർത്തിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ഇത് ആ റെപ്റ്റൈൽസ് മാത്രം ഈ 200 മില്യൺ ഇയേഴ്സ്, അടുത്ത ഒരു 200 മില്യൺ ഇയേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് റെപ്റ്റൈൽസാണ് ഈ പറഞ്ഞ എർത്തിനെ ഡോമിനേറ്റ്. ഏറ്റവും മെജോറിറ്റി ആയിട്ട് കാണപ്പെട്ടത് അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്തത് ആരായിരുന്നു? റെപ്റ്റൈൽസിൻ്റെ ഡിഫറെൻറ്റ് സൈസ് ഷേപ്പിലുള്ള റെപ്റ്റൈൽസിലാണ്. അതിനുശേഷം ആ കാലഘട്ടത്തിൽ തന്നെ ഏകദേശം ജയൻറ്റ് ഫേൺസ്, നമ്മുടെ ടെറിഡോഫൈറ്റ് പ്ലാന്റിൻ്റെ ആ ജയൻറ്റ് ഫേൺസ് അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ് വെർ പ്രസൻറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ആ സമയത്ത് നമ്മൾ പറയേണ്ടത് അനിമൽസ് ഇൻവൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഈ ജയൻറ്റ് ഫേൺസ് അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ അവരെല്ലാം എന്തായിട്ട് മാറി? കോൾ ഡെപ്പോസിറ്റുകളായിട്ട് മാറി. പതിയെ പതിയെ അവർ അവിടെ തന്നെ വീണ് അവർ അതിൻ്റെ അവസാനം അത് കോൾ ഡെപ്പോസിറ്റായിട്ട് മാറുകയും ചെയ്തു. സോ അടുത്ത ഒരു 200 മില്യൺ ഇയേഴ്സിൽ നമ്മുടെ ലാൻഡിൽ ഡോമിനേറ്റ് ചെയ്തിരുന്നത് റെപ്റ്റൈൽസ് ആയിരുന്നു. പിന്നീട് ഒരു 200 മില്യൺ ഇയേഴ്സ് എഗോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ദിസ് ലാൻഡ് റെപ്റ്റൈൽസ്, ഈ ഡോമിനേറ്റ് ചെയ്തിരുന്ന ലാൻഡിൽ കാണപ്പെട്ട റെപ്റ്റൈൽസിൽ ഈവൻ വെൻ ബാക്ക് ഇൻ ടു വാട്ടർ, ചില റെപ്റ്റൈൽസ് എന്ത് ചെയ്തു? ഈ റെപ്റ്റൈൽസിൽ ചില ആൾക്കാർ ബാക്ക് ടു വാട്ടർ, വെള്ളത്തിലോട്ട് പോയി ടു ഇവോൾവ് ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ഇൻ ടു വാട്ടർ, ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ്. സോ ഡോമിനേറ്റ് ചെയ്തിരുന്നത്
റെപ്റ്റൈൽസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് 200 മില്യൺ ഇയേഴ്സ് എഗോ ആയപ്പോൾ ആ കാലഘട്ടത്തിൽ അവസാനമായപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് റെപ്റ്റൈൽസൊക്കെ ഈ പറഞ്ഞ വാട്ടറിലേക്ക് പോയിട്ട് ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ആയിട്ട് ഇവോൾവ് ചെയ്യാൻ തുടങ്ങി, മാറാൻ തുടങ്ങി. അതിനുള്ള എക്സാമ്പിളാണ്, ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസിൻ്റെ എക്സാമ്പിളാണ് ഇക്തിയോസോറസ്. ഇക്തിയോസോറസ് എന്ന് പറഞ്ഞാൽ റെപ്റ്റൈൽസ് ഓഫ് ദിസ് ഡു നോട്ട് ഒക്കർ ടുഡേ. ഈ ഇക്തിയോസോറസ് പോലത്തെ റെപ്റ്റൈൽസ് ഒന്നും ഇപ്പോൾ നിലവിലില്ല. സോ അങ്ങനെ അന്നുണ്ടായിരുന്ന റെപ്റ്റൈൽസിൽ കുറച്ച് റെപ്റ്റൈൽസ് എന്ത് ചെയ്തു, സം ഓഫ് ദം വെൻ ബാക്ക് ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക് പോയി ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ആയിട്ട് ഇവോൾവ് ചെയ്തു, മാറി. അതിന് എക്സാമ്പിളാണ് ഇക്തിയോസോറസ്. പക്ഷേ ഇപ്പോൾ കാണപ്പെടുന്ന റെപ്റ്റൈൽസ് എന്ന് പറയുന്നത് ബട്ട് ദേ ഒക്കർ ടുഡേ, ഈ റെപ്റ്റൈൽസിലെ ഏത് ഫോമാണ് ഇപ്പോൾ മോഡേൺ ഡിസെൻഡൻസ് എന്ന് പറയുന്നത്, ടേർട്ടിൽസ്, ലിസാർഡ്, സ്നേക്സ്, ടോട്ടോയ്സ്, ക്രൊക്കഡൈൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതാണ് ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഡിസെൻഡൻസ് ഓഫ് റെപ്റ്റൈൽസ്. ഇപ്പോൾ കാണുന്ന റെപ്റ്റൈൽസ് ടേർട്ടിൽസ്, ലിസാർഡ്, സ്നേക്സ്, ടോട്ടോയ്സ്, ക്രൊക്കഡൈൽസ് ഇവയൊക്കെയാണ്. ഇനി ഈ റെപ്റ്റൈൽസിൽ ഉണ്ടായിരുന്നത് ലാൻഡിൽ കാണപ്പെട്ട റെപ്റ്റൈൽസ്, കുറച്ച് പേര് വാട്ടറിൽ പോയി എന്തായി മാറി, ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ആയിട്ട് മാറി. എന്നാൽ ലാൻഡിൽ കാണപ്പെടുന്ന റെപ്റ്റൈൽസിന് ഓഫ് കോഴ്സ് എന്തായിരുന്നു, ഡൈനോസേഴ്സ് ആയിരുന്നു. സോ ലാൻഡിൽ കാണപ്പെട്ട ആ കാലഘട്ടത്തിൽ കണ്ട റെപ്റ്റൈൽസുകളൊക്കെ ഡൈനോസേഴ്സ് ആയിരുന്നു. അതിൽ തന്നെ ടൈറാനോസോറസ് റെക്സ് എന്ന് പറഞ്ഞ ഡൈനോസർ, ടൈറാനോസോറസ് റെക്സ് എന്ന് പറഞ്ഞതായിരുന്നു ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡൈനോസർ. സോ ഈ റെപ്റ്റൈൽസ് ഡോമിനേറ്റ് ചെയ്ത സമയത്ത് ആ കാലഘട്ടത്തിൽ ലാൻഡിൽ വന്നവരൊക്കെ എന്തായി മാറി, ഡൈനോസേഴ്സ് ആയിട്ട് മാറി. ഈ ഡൈനോസേഴ്സിൽ ടൈറാനോസോറസ് റെക്സ് എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡൈനോസർ എന്ന് പറയാൻ കാരണം, ആ ടൈറാനോസോറസ് റെക്സ് എന്ന് പറഞ്ഞ ഡൈനോസറിന് 20 ഫീറ്റ് ഹൈറ്റ്, എത്ര ഫീറ്റാന്ന് നോക്കിയാൽ 20 ഫീറ്റ് ഹൈറ്റും, അതുപോലെ ഹ്യൂജ് വലിയ ഫിയർസം, പേടിപ്പെടുത്തുന്ന ഡാഗർ ലൈക്ക് ടീത്തും ആയിരുന്നു. സോ ഡാഗർ ലൈക്ക് ടീത്തും അതുപോലെ ഇത്രയും ഫീറ്റ് 20 ഫീറ്റ് ഹൈറ്റ്, പേടിപ്പെടുത്തുന്ന ആ മുഖത്തെ ഇതൊക്കെയായിരുന്നു, ടീത്ത് അങ്ങനത്തെ ഒരു സ്ട്രക്ചറായിരുന്നു. സോ ഇന്ന് ഈ പറഞ്ഞ റെപ്റ്റൈൽസിൻ്റെ ഈ പറഞ്ഞ ഏതെങ്കിലും ഫോം ഉണ്ടെങ്കിൽ ഒരിക്കലും മനുഷ്യൻ അല്ലെങ്കിൽ അടുത്തൊരു ഗ്രൂപ്പിലേക്ക് ഒരിക്കലും ഒരു മാമൽസോ അല്ലെങ്കിൽ ഏവ്സിലേക്കോ ഒന്നും ഒരു ഇത് വരില്ലായിരുന്നു. കാരണം ഇവർ തന്നെയായിരുന്നു ഡോമിനേറ്റ് ചെയ്തത്. പക്ഷേ എന്ത് സംഭവിച്ചു, ഈ ടൈറാനോസോറസ് റെക്സ് എന്ന് പറഞ്ഞ അത്രയും ബിഗ്ഗസ്റ്റ് ആയ ഡൈനോസർ അതുപോലത്തെ ലാൻഡ് റെപ്റ്റൈൽസിന് അധിക കാലം സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. സോ അബൌട്ട് 65 മില്യൺ ഇയേഴ്സ് എഗോ, ഒരു 65 മില്യൺ ഇയേഴ്സ് എഗോ എന്ത് സംഭവിച്ചു, എൻഡ് ഓഫ് ക്രിട്ടേഷ്യസ് പീരീഡ്. ആ കാലഘട്ടമാണ് പറയുന്നത് ക്രിട്ടേഷ്യസ് പീരീഡ് ഓഫ് മീസോസോയിക് എറ. മീസോസോയിക് എറയുടെ ക്രിട്ടേഷ്യസ് പീരീഡിൽ എന്ത് സംഭവിച്ചു, എൻഡ് ഓഫ് ക്രിട്ടേഷ്യസ് പീരീഡിൻ്റെ അവസാനമായപ്പോഴേക്കും എന്ത് സംഭവിച്ചു, 65 മില്യൺ ഇയേഴ്സ് ഒക്കെ ഈ പറഞ്ഞ ഡൈനോസേഴ്സൊക്കെ സഡൻലി ഡിസപ്പിയർഡ് ഫ്രം ദ എർത്ത്. ഈ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് ഈ ഡൈനോസേഴ്സൊക്കെ അപ്രത്യക്ഷമായി. വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഡൈനോസേഴ്സൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് തന്നെ പറയാം. സോ അതിൻ്റെ കാരണം ഇപ്പോഴും അറിയില്ല. പക്ഷേ ഇവല്യൂഷനോളജിസ്റ്റിൻ്റെ അവരുടെ അഭിപ്രായത്തിൽ ക്ലൈമാറ്റിക് ചേഞ്ചസുകളായിരിക്കാം ഈ ഡൈനോസേഴ്സ് ഇവിടെ നിന്ന് ഡിസപ്പിയർ ആവാനുള്ള കാരണം. ക്ലൈമാറ്റിക് ചേഞ്ചസിന് ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ മെട്രോയിഡ്സ്, ഉൽക്കകൾ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചപ്പോൾ അത് ഒരുപക്ഷെ ഈ ഡൈനോസേഴ്സിനെ കൊന്നിരിക്കാം. അതൊരു കാരണം, മേ ബി എന്ന് പറയാം. സോ ക്ലൈമാറ്റിക് ചേഞ്ചസ് കാരണം അവർക്ക് ഡൈനോസേഴ്സ് കിൽ ചെയ്തപ്പെട്ടിരിക്കാം, മരണപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള ഒരുപാട് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് പറ്റാണ്ടായപ്പോൾ, ഇനഫ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് മാത്രമല്ല ഈ പറഞ്ഞ ഫുഡ് ഹാബിറ്റ് അതെല്ലാം പറ്റാണ്ടായപ്പോൾ ഒരുപക്ഷേ മോസ്റ്റ് ഓഫ് ദം ഇവോൾവ് ഇൻ ടു ബേർഡ്സ്. ഈ റെപ്റ്റൈൽസൊക്കെ മെജോറിറ്റി ഓഫ് റെപ്റ്റൈൽസ് എന്ത് ചെയ്തു, മേ ബി ബേർഡ്സ് ആയിട്ട് ഇവോൾവ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ റെപ്റ്റൈൽസിനും ബേർഡ്സിനും ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട്, റെപ്റ്റൈൽസുമായിട്ടും സാദൃശ്യമുണ്ട്, അടുത്തത് ബേർഡ്സുമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റവുമായിട്ട് കണക്ഷനുള്ള ഓർഗാനിസത്തിനെ കാണുന്നത്. സോ ഈ റെപ്റ്റൈൽസിൽ ആ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഡൈനോസേഴ്സ് ക്രിട്ടേഷ്യസ് പീരീഡിൻ്റെ എൻഡിൽ, മീസോസോയിക് എറയുടെ ക്രിട്ടേഷ്യസ് പീരീഡിൻ്റെ എൻഡിൽ ഒരു 65 മില്യൺ ഇയേഴ്സ് എഗയിൽ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. കാരണങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ക്ലൈമാറ്റിക് ചേഞ്ചസ് ആയിരിക്കാം ഡൈനോസർ അപ്രത്യക്ഷമാകാൻ കാരണം, അല്ലെങ്കിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ റെപ്റ്റൈൽസൊക്കെ എന്ത് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത് ബേർഡ്സായി മാറിയിട്ടുണ്ടാകാം. സോ റെപ്റ്റൈൽസ് ഇവോൾവ് ചെയ്ത് ബേർഡ്സായി. പിന്നീട് വന്നത് മാമൽസാണ്. സോ ഫോസിൽസ് ഓഫ് ഫസ്റ്റ് മാമൽസ്. സോ ഫോസിൽ എവിഡൻസ് കാണിക്കുന്നത് ആദ്യത്തെ മാമൽസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ചെറിയ മാമൽസ് ആയിരുന്നു. ആ സ്മോൾ സൈസിലാണ് ഷ്രൂ എന്ന് പറഞ്ഞാൽ റാറ്റിൻ്റെ പോലെ. സോ റാറ്റ് ലൈക്ക് ആയിട്ടുള്ള ചെറിയ
സൈസുള്ള മാമൽസാണ് ആദ്യം ഫോം ചെയ്തതെന്നാണ് നമ്മുടെ ഫോസിൽസിൻ്റെ എവിഡൻസ് കാണിക്കുന്നത്. സോ അവരായിരുന്നു ടെറസ്ട്രിയൽ ഇൻസെക്ടിവോസ്. സോ അവർ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ ലാൻഡിൽ കാണപ്പെട്ടത്. അവർ ഇൻസെക്ടിവോസ് ആയിരുന്നു, ഇൻസെക്റ്റിനെ ഭക്ഷിക്കുന്നവരായിരുന്നു, ഇൻസെക്ടിവോസ് ആയിരുന്നു. സോ ആദ്യത്തെ മാമൽ എന്ന് പറയുന്നത് സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഷ്രീവ് അല്ലെങ്കിൽ റാറ്റ് ലൈക്ക് ആയിട്ടുള്ള ടെറസ്ട്രിയൽ ഇൻസെക്ടിവോസ് ആയിരുന്നു. പിന്നീട് ആ മാമൽസിനെ കുറിച്ച് നമ്മൾ പറയാം. ആ മാമൽസിൽ ഉണ്ടായ കുറേ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സോ മാമൽസ് വിവിപാരസ് ആണ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റ് ദെയർ യങ് വൺസ് ഇൻസൈഡ് ദ മദേഴ്സ് ബോഡി. സോ മദേഴ്സിൻ്റെ ബോഡിയിൽ തന്നെ ആ യങ് വൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ നേച്ചർ മാമൽസിന് ഉണ്ടായിരുന്നു, വിവിപാരസ് നേച്ചർ. അതുപോലെ മാമൽസ് ഇൻ്റലിജൻ്റ് ആയിരുന്നു. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫോം മാമൽസ് ആയിരുന്നു. അതുപോലെ അവർക്ക് ഡേഞ്ചറുകളെ സെൻസ് ചെയ്യാനും അത് അവോയ്ഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. സോ ദേ കുഡ് സെൻസ് ആൻഡ് അവോയ്ഡ് ഡേഞ്ചർ. സോ മാമൽസിന് ഇതുപോലെ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടെങ്കിൽ അതുപോലെ അതൊക്കെ സെൻസ് ചെയ്യാനും അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. പിന്നെ മാമൽസ് എന്ത് ചെയ്തു? ടുക്ക് ഓവർ ദ എർത്ത്. സോ റെപ്റ്റൈൽസിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ, റെപ്റ്റൈൽസ് ഡിക്ലൈൻഡ് ആയപ്പോൾ എന്തായി മാറി? പിന്നീട് മാമൽസ് ഈ എർത്തിൽ ഡോമിനേറ്റ് ചെയ്തു. സോ 3 ടൈപ്പ് മാമൽസുകളാണുള്ളത്: എഗ് ലേയിങ് മാമൽസ്, പൗച്ച്ഡ് മാമൽസ് ആൻഡ് പ്ലാസെൻ്റൽ മാമൽസ്. എഗ് ലേയിങ് മാമൽസ്, പൗച്ച്ഡ് മാമൽസ്, പ്ലാസെൻ്റൽ മാമൽസ്. അതിലാദ്യം ഫോം ചെയ്തത് എഗ് ലേയിങ് മാമൽസ് ആണ്. പിന്നീട് പൗച്ച്ഡ് മാമൽസ് ഇവോൾവ് ചെയ്തു. പിന്നീട് പ്ലാസെൻ്റൽ മാമൽസ് ഇവോൾവ് ചെയ്തു. സോ എഗ് ലേയിങ് മാമൽസിന് എക്സാമ്പിളാണ് പ്ലാറ്റിപ്പസ്, ഓസ്ട്രേലിയയിലുള്ള പ്ലാറ്റിപ്പസ്. അതുപോലെ പൗച്ച്ഡ് മാമൽസിന് എക്സാമ്പിളാണ് കങ്കാരു. പൗച്ച്ഡ് മാമൽസിന് എക്സാമ്പിളാണ് കങ്കാരു. പ്ലാസെൻ്റൽ മാമൽസിന് എക്സാമ്പിളാണ് ബാറ്റ് മാൻ. സോ ഇതാണ് 3 ടൈപ്പ് മാമൽസ്. പിന്നെ ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് വന്നതോടുകൂടി ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഇവല്യൂഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. സോ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് വലിയൊരു റോള് ഇവല്യൂഷനിൽ നിർവഹിച്ചിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഇവല്യൂഷനിൽ ഒരുപാട് റോളുകൾ കൈകാര്യം ചെയ്യുന്നത് നിർവഹിച്ചിട്ടുണ്ട്. സോ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇവല്യൂഷൻ. സോ ഇവല്യൂഷനിൽ നിർണായകമായ പങ്ക് വഹിച്ചത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റാണ്. അത് മൂലം എന്തൊക്കെയാണ് മാമൽസിന് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. സോ സൗത്ത് അമേരിക്ക ദർ വർ പൗച്ച്ഡ് മാമൽസ്. അവിടെ പൗച്ച്ഡ് മാമൽസ് ഉണ്ടായിരുന്നു. വിച്ച് റിസംബിൾ, അവിടുത്തെ പൗച്ച്ഡ് മാമൽസ് റിസംബിൾ ഹോഴ്സ്, ഹിപ്പോപ്പൊട്ടാമസ്, ബെയർ, റാബിറ്റ്. സോ സൗത്ത് അമേരിക്കയിലെ പൗച്ച്ഡ് മാമൽസ് ഈ ഹോഴ്സ്, ഹിപ്പോപ്പൊട്ടാമസ്, ബെയർ, റാബിറ്റ് ഇതിനോട് സാമ്യമുള്ളവരായിരുന്നു. അപ്പോൾ സൗത്ത് അമേരിക്ക കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് കാരണം സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയുമായി ജോയിൻ ചെയ്തു. സോ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് കാരണം സൗത്ത് അമേരിക്ക ജോയിൻഡ് വിത്ത് നോർത്ത് അമേരിക്ക. സോ എന്തുണ്ടായി? ഈ പറഞ്ഞ പൗച്ച്ഡ് മാമൽസ്, നമ്മുടെ സൗത്ത് അമേരിക്കയിലുള്ള പൗച്ച്ഡ് മാമൽസ്, നമ്മൾ പറഞ്ഞ സൗത്ത് അമേരിക്കയിൽ പൗച്ച്ഡ് മാമൽസ് ഉണ്ട്. അത് ഈ പറഞ്ഞ ഹോഴ്സ്, ഹിപ്പോപ്പൊട്ടാമസ്, ബെയർ, റാബിറ്റുമായിട്ട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. സോ എപ്പോൾ സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയുമായിട്ട് ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് കാരണം ജോയിൻ ചെയ്തോ അപ്പോൾ ഈ പൗച്ച്ഡ് മാമൽസ് ഡിസപ്പിയർ ആവാൻ തുടങ്ങി. ഈ 2 കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് അവർ കോണ്ടിനെൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പൗച്ച്ഡ് മാമൽസ് സൗത്ത് അമേരിക്കയിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങി. കാരണം ഡ്യൂ ടു കോമ്പറ്റീഷൻ വിത്ത് ബെറ്റർ ഇവോൾഡ് നോർത്ത് അമേരിക്കൻ ഫോണ. സോ സൗത്ത് അമേരിക്കയിലുള്ള ഈ പൗച്ച്ഡ് മാമൽസ് നോർത്ത് അമേരിക്കയുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള മാമൽസ് കുറച്ചും കൂടി ബെറ്റർ ഇവോൾവ് ചെയ്തവരായിരുന്നു. സോ അവരുമായിട്ട് കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മുടെ പൗച്ച്ഡ് മാമൽസ് ഓഫ് സൗത്ത് അമേരിക്ക ഡിസപ്പിയർഡായി. സോ സൗത്ത് അമേരിക്കയിലെ പൗച്ച്ഡ് മാമൽസിന് നോർത്ത് അമേരിക്കയിലുള്ള ആ ഏറ്റവും ഇവോൾവ് ചെയ്ത് വന്ന മാമൽസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പൗച്ച്ഡ് മാമൽസ് ഓഫ് സൗത്ത് അമേരിക്ക ഡിസപ്പിയറായി. പിന്നീട് ദെർഫോർ ബെറ്റർ ഇവോൾഡ് നോർത്ത് അമേരിക്കൻ മാമൽസ്. നമ്മൾ പറഞ്ഞു നോർത്ത് അമേരിക്കയിൽ ഒരുപാട് നന്നായി ഇവോൾവ് ചെയ്ത മാമൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ബെറ്റർ ഇവോൾഡ് നോർത്ത് അമേരിക്കൻ മാമൽസ് ഫ്ലറിഷ്ഡ് ഓവർ സൗത്ത് അമേരിക്ക. സോ പിന്നീട് എന്തായാലും സൗത്ത് അമേരിക്കയിലെ പൗച്ച്ഡ് മാമൽസ് ഒക്കെ ഡിസപ്പിയറായി. ഏറ്റവും കൂടുതൽ ഇവല്യൂഷൻ നടന്നത് നമ്മുടെ നല്ല അഡാപ്റ്റീവ് ഫീച്ചേഴ്സുള്ള ഇവല്യൂഷൻ നടന്നത് നോർത്ത് അമേരിക്കയിലാണ്. സോ ആ ഇവോൾവ് ചെയ്ത ഫോംസുകളൊക്കെ നോർത്ത് അമേരിക്കയിലത്തെ ഫോംസുകളൊക്കെ എന്തായി? സൗത്ത് അമേരിക്കയിലും
ഫ്ലറിഷ് ആവാൻ തുടങ്ങി, അവിടെ കൂടുതലായിട്ട് കാണപ്പെടാൻ തുടങ്ങി. സോ രണ്ടും കൂടിയുള്ളിൽ നോക്കുമ്പോൾ സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആ മാമൽസ് ഡിസപ്പിയർ ചെയ്ത് നോർത്ത് അമേരിക്കയിൽ നന്നായി ഇവോൾവ് ചെയ്ത ആ ഫോംസ് ഓഫ് മാമൽസ് ഈ സൗത്ത് അമേരിക്കയിൽ കൂടുതലായി കാണപ്പെടാൻ തുടങ്ങി. സോ ഫ്ലറിഷ്ഡ് ഓവർ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലുള്ള ഉണ്ടായിരുന്ന ഇവല്യൂഷൻ ബെറ്റർ അല്ലാതിരുന്ന ഫോംസുകളൊക്കെ ഡിസപ്പിയർ ചെയ്ത് കൂടുതലും നോർത്ത് അമേരിക്കൻ ഫോംസുകൾ അവിടെ കാണപ്പെടാൻ തുടങ്ങി. സോ അതേസമയം നമ്മുടെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് പൗച്ച്ഡ് മാമൽസ് ഓഫ് ഓസ്ട്രേലിയ, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് കാരണം ഓസ്ട്രേലിയയിലുള്ള പൗച്ച്ഡ് മാമൽസ് ഒക്കെ സർവൈവ് ചെയ്തു, അവിടെ ഈ പ്രോബ്ലം ഉണ്ടായില്ല. സോ ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ടാണ് ഈ പൗച്ച്ഡ് മാമൽസ് സർവൈവ് ചെയ്തതെന്ന് പറയാൻ കാരണം അവിടെ കോമ്പറ്റീഷൻ കുറവായിരുന്നു. സോ ഓസ്ട്രേലിയയിൽ ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതുമാത്രമല്ല നോ അതർ ബെറ്റർ മാമൽസ് അല്ലെങ്കിൽ പൗച്ച്ഡ് മാമൽസ് അവിടെ ഉണ്ടായിരുന്നില്ല. സോ ഓസ്ട്രേലിയയിൽ ഇതിനേക്കാൾ നല്ല ബെറ്റർ അഡാപ്റ്റഡ് ആയിട്ടുള്ള പൗച്ച്ഡ് മാമൽസ് ഇല്ലാത്തത് കൊണ്ട് ഓസ്ട്രേലിയയിൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവിടെ പൗച്ച്ഡ് മാമൽസ് ഓഫ് ഓസ്ട്രേലിയ അതായത് നന്നായി സർവൈവ് ചെയ്തു. അവിടെ കോമ്പറ്റീഷനുമില്ല, ഈ പറഞ്ഞ പൗച്ച്ഡ് മാമൽസിനേക്കാൾ നന്നായി അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ബെറ്റർ ഫോംസുകളൊന്നും തന്നെ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് സർവൈവ് ചെയ്തു. സോ സെർട്ടൻ മാമൽസ്, പിന്നീട് ചില മാമൽസുകളൊക്കെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ലാൻഡിൽ നിന്ന് വാട്ടറിലേക്ക് തന്നെ തിരിച്ചു പോയി. സോ സം ഓഫ് ദ mammals went back to the water. വാട്ടറിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് അവർ അക്വാട്ടിക് ഹാബിറ്ററ്റ് ആയിട്ട് മാറി. സോ ചില മാമൽസ് നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ കാണപ്പെടുന്നത് അക്വാട്ടിക് മാമൽസ്, ഫോർ എക്സാമ്പിൾ വെയിൽസ്, ഡോൾഫിൻസ്, സീൽസ് ആൻഡ് സീ കൗ. ഇതുപോലെ അക്വാട്ടിക് ആയിട്ടുള്ള മാമൽസ് ഈ പറഞ്ഞ ലാൻഡിൽ നിന്ന് തന്നെ തിരിച്ച് വെള്ളത്തിൽ പോയി അതാണ് അവരുടെ മേജർ ഹാബിറ്ററ്റ് ആയിട്ട് മാറ്റിയത്. സോ അങ്ങനെയാണ് അക്വാട്ടിക് ആയിട്ടുള്ള മാമൽസ് ഫോം ചെയ്തത്. സോ ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റാണ് ഈ പറഞ്ഞ പോലെ സൗത്ത് അമേരിക്കയിലുള്ള ആ പൗച്ച്ഡ് മാമൽസിൻ്റെ ഡിസപ്പിയർ ചെയ്ത് അതിനു മേലെ കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്ത് വന്നത് നോർത്ത് അമേരിക്കൻ ഫോംസുകളാണ്, അവിടുത്തെ ബെറ്റർ ഇവല്യൂഷന് കാരണം. അതേപോലെ തന്നെ ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തന്നെയാണ് ഓസ്ട്രേലിയയിൽ പൗച്ച്ഡ് മാമൽസ് സർവൈവ് ചെയ്തു, കാരണം അവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല, അതിനേക്കാൾ നല്ല ബെറ്റർ ഫോംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ ഈ ചില മാമൽസ് ലാൻഡിലുള്ളത് വാട്ടറിലേക്ക് തിരിച്ചുപോയി അക്വാട്ടിക് മാമൽസ് ആയിട്ട് മാറുകയും ചെയ്തു. ഫോർ എക്സാമ്പിൾ വെയിൽസ്, ഡോൾഫിൻ, സീൽസ് ആൻഡ് സീ കൗസ്. ഇങ്ങനെയാണ് നമ്മൾക്കൊരു ബ്രീഫ് അക്കൗണ്ട് ഇവല്യൂഷനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. സോ നമ്മൾ ഇവല്യൂഷൻ ഓഫ് ഹോഴ്സ്, അതുപോലെ ഇവല്യൂഷൻ ഓഫ് എലിഫൻറ്റ്, ഡോഗ്. സോ ഹോഴ്സിൻ്റെ ഇവല്യൂഷൻ, എലിഫൻറ്റിൻ്റെ ഇവല്യൂഷൻ, അതുപോലെ ഡോഗിൻ്റെ ഇവല്യൂഷൻ, മാൻ്റെ ഇവല്യൂഷൻ, ഇതൊക്കെ സ്പെഷ്യൽ സ്റ്റോറികളാണ്. ഇവല്യൂഷൻ്റെ സ്പെഷ്യൽ സ്റ്റോറികളാണ് ഈ പറഞ്ഞ ഓരോന്നിൻ്റെ ഇവല്യൂഷൻ. ഹോഴ്സ് ആയാലും എലിഫൻ്റ് ആയാലും ഡോഗ് ആയാലും മാൻ ആയാലും. സോ ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണത് നമ്മുടെ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് മോഡേൺ മാൻ്റെ ഇവല്യൂഷനാണ്. കാരണം മോഡേൺ മാനാണ് ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്തതും അതുപോലെ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടായതും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ സ്റ്റോറി എന്നുള്ളത് പറഞ്ഞത് മാൻ്റെ ഇവല്യൂഷനാണ്. സോ നമ്മൾ അടുത്തതായിട്ട് ഇവല്യൂഷൻ ഓഫ് മാൻ എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം.